വ്യക്തിഗതമായിട്ടുള്ള പുരോഗതിക്ക് പുസ്തക വായനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ പുസ്തക വായനയ്ക്ക് ഇത്രയധികം പ്രാധാന്യം? പുസ്തകങ്ങളാണ് ഏറ്റവും നല്ല ഗുരുക്കൾ എന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളിൽ എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടാവും. നമ്മളുടെ ഒരു സുഹൃത്ത് നല്ല കഴിവുള്ള ആളാണ്, വിജയിയാണ് എങ്കിൽ പോലും അദ്ദേഹം നമ്മളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈഗോ ഹർട്ടാവും. നമ്മളുടെ ആ കുറവുകളെ നമ്മൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കുക പോലുമില്ല. ആ പറയുന്ന ആളുമായിട്ടുള്ള വ്യക്തിഗത ബന്ധത്തിന് പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാം. എന്നാൽ ഒരു പുസ്തകമാണ് നമ്മൾ വായിക്കുന്നത് എങ്കിൽ ആ പുസ്തകത്തിലെ ചിന്താഗതിക്കൊപ്പവും കഥാപാത്രത്തിനൊപ്പവും നമ്മളുടെ ഇമാജിനേഷൻ പോകും. അതിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ റീപ്ലേസ് ചെയ്യും. അതായത് പേഴ്സണൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാകും. അതിലൂടെ തന്നെ നമ്മളുടെ ആ ഒരു ഇമാജിനേഷൻ വളരെയധികം കൂടുകയും ആ സിറ്റുവേഷനും ആ പ്രശ്നവും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്, കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവും. അതുകൊണ്ട് നമുക്കതിലൊരു ഇമ്പ്രൂവ്മെന്റ് വളരെയധികം ഈസി ആയിട്ട് തന്നെ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എല്ലാവർക്കും അറിയാം, IQ പോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസിനും വളരെയധികം പ്രാധാന്യമുണ്ട്. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ, ഇത്തരം പേഴ്സണൽ ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നതിലൂടെ, ഇമാജിനേഷൻ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഇമോഷണൽ ഇന്റലിജൻസ് നന്നായിട്ട് വളരും. നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന എബിലിറ്റി വളരെയധികം ഇംപ്രൂവ് ചെയ്യും. നല്ല പുസ്തകങ്ങൾ വായിക്കുക. പുസ്തകങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ല ഗുരു.